HDFC ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർ നിർബന്ധമായും അറിയേണ്ടത് മിനിമം ബാലൻസ് റൂൾ ആൻഡ് FD ഇൻട്രസ്റ്റ് എക്സ്പ്ലൈൻഡ് ഇൻ മലയാളം. നമസ്കാരം. നമ്മളിൽ പലർക്കും HDFC ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കും. ചിലർക്ക് സാലറി അക്കൗണ്ട്, ചിലർക്ക് സാധാരണ സേവിങ്സ് അക്കൗണ്ട്, ചിലർ FDയിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടാകും. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ക്ലിയറായി മനസ്സിലാക്കാൻ പോകുന്നത് HDFC ബാങ്ക് മിനിമം ബാലൻസ് എത്ര, ബാലൻസ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും, FD പലിശ കുറഞ്ഞോ കൂടിയോ, ഇപ്പോൾ FD ഇടണോ വേണ്ടയോ. ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ ബാങ്കിൽ നിന്ന് അനാവശ്യ ചാർജുകൾ ഒഴിവാക്കാം, മറ്റും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. HDFC ബാങ്ക് മിനിമം ബാലൻസ് റൂൾ. ആദ്യം മിനിമം ബാലൻസ് റൂൾ നോക്കാം. റെഗുലർ സേവിംഗ് അക്കൗണ്ട്. HDFC ബാങ്കിൽ സാധാരണ സേവിംഗ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആവറേജ് മന്ത്ലി ബാലൻസ് AMB പാലിക്കണം. AMB എന്നത് എന്താണ്? ഒരു മാസം മുഴുവൻ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ശരാശരി ബാലൻസ് ആണ് AMB. ഉദാഹരണം, മാസം ആകെ 30 ദിവസം, ചില ദിവസം 15,000 രൂപ, ചില ദിവസം 5,000, എല്ലാം കൂട്ടി 30 കൊണ്ട് ഭാഗിച്ചാൽ കിട്ടുന്നതാണ് AMB. AMB കുറവാണെങ്കിൽ പെനാൽറ്റി, നോൺ മെയിൻ്റനൻസ് ചാർജ് ബാങ്ക് ഈടാക്കുന്നതാണ്. രണ്ടാമത്തെ അക്കൗണ്ട് സാലറി അക്കൗണ്ടാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ മിനിമം ബാലൻസ് ആവശ്യമില്ല, 0 ബാലൻസ് അക്കൗണ്ട് ആണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് 3 മുതൽ 6 മാസം വരെ ശമ്പളം വരാത്ത പക്ഷം ബാങ്ക് ഇത് നോർമൽ സേവിങ്സ് അക്കൗണ്ടാക്കി മാറ്റുന്നതാണ്. അപ്പോൾ മിനിമം ബാലൻസ് ബാധകമാകും, പെനാൽറ്റി വരാൻ സാധ്യത. 0 ബാലൻസ് മൂന്നാമത്തെ ടൈപ്പ് അക്കൗണ്ട് 0 ബാലൻസ് ഓർ ബേസിക് സേവിംഗ് അക്കൗണ്ട്. ബേസിക് സേവിംഗ് ബാങ്ക് അക്കൗണ്ട്, BSBDA, ജൻധൻ അക്കൗണ്ട് പോലുള്ളവ. ഇവയ്ക്ക് മിനിമം ബാലൻസ് ഇല്ല, പെനാൽറ്റി ഇല്ല. ബാലൻസ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ മിനിമം ബാലൻസ് പാലിച്ചിട്ടില്ലെങ്കിൽ മന്ത്ലി പെനാൽറ്റി അക്കൗണ്ടിൽ നിന്ന് കട്ട് ചെയ്യും. ATM, ചെക്ക്, നെറ്റ് ബാങ്കിംഗ് സർവീസ് ചിലപ്പോൾ ബാധിക്കും. ബാലൻസ് കുറവ് ചെറിയ തുക ആണെങ്കിൽ പോലും ചാർജ് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അക്കൗണ്ട് ടൈപ്പ് അനുസരിച്ച് ബാലൻസ് സൂക്ഷിക്കുന്നത് അത്യാവശ്യമാണ്. സാധാരണ പെനാൽറ്റി റേഞ്ച് അപ്രോക്സിമേറ്റ്ലി. അക്കൗണ്ട് ടൈപ്പ്, ലൊക്കേഷൻ, സ്ലാബ് എന്നിവ അനുസരിച്ച് മാറ്റം വരാം. റെഗുലർ സേവിംഗ് അക്കൗണ്ട് AMB 10,000 രൂപ, 300 മുതൽ 600 വരെ മാസം പെനാൽറ്റി. സേവിങ്സ് മാക്സിമം ഹയർ വേരിയൻറ്റ് AMB 25,000 രൂപ വരെ. ബാലൻസ് കുറഞ്ഞാൽ 600 മുതൽ 1000 വരെ പ്രതിമാസം കട്ട് ചെയ്യാം. ബാലൻസ് കുറവ് കൂടുതലായാൽ പെനാൽറ്റി വീണ്ടും കൂടും. HDFC ബാങ്ക് FD അപ്ഡേറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റ്. HDFC ബാങ്ക് അടുത്തിടെ FD ഇൻട്രസ്റ്റ് റേറ്റിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. FD പലിശ എങ്ങനെ നിശ്ചയിക്കുന്നു? RBI പലിശ നിരക്ക്, ബാങ്കിൻ്റെ ലിക്വിഡിറ്റി, മാർക്കറ്റ് അവസ്ഥ ഇവയെ അടിസ്ഥാനമാക്കിയാണ് FD റേറ്റ് മാറുന്നത്. ഇപ്പോൾ FD ഇടണോ? സുരക്ഷിത നിക്ഷേപം വേണമെങ്കിൽ FD നല്ലതാണ്, റിസ്ക് വേണ്ടെങ്കിൽ FD ഓക്കെ. സീനിയർ സിറ്റിസൺസിന് എക്സ്ട്രാ ഇൻട്രസ്റ്റ് ഇപ്പോഴും ലഭിക്കുന്നതാണ്, എന്നാൽ ഹൈ റിട്ടേൺ പ്രതീക്ഷിച്ച് FD ഇടരുത്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ മറ്റുള്ള ഓപ്ഷൻസ് നോക്കാം. സീനിയർ സിറ്റിസൺസ് ശ്രദ്ധിക്കുക. സീനിയർ സിറ്റിസൺ ആയാൽ FDക്ക് അധിക പലിശയുണ്ടായിരിക്കും. റെഗുലർ ഇൻകം ഓപ്ഷനാണ്, സേഫ്റ്റിയാണ്. പക്ഷേ FD റിന്യൂ ചെയ്യുമ്പോൾ ലേറ്റസ്റ്റ് റേറ്റ് ചെക്ക് ചെയ്യേണ്ടതാണ്. പഴയ റേറ്റ് ഓട്ടോമാറ്റിക് ആയി കിട്ടില്ല. HDFC ബാങ്ക് FD ഇൻട്രസ്റ്റ് റേറ്റ്സ് 2025-26 ഡൊമസ്റ്റിക്, NRO, NRE ലെസ് ദാൻ 3 crore വരെ. അപ്ലിക്കബിൾ ഫോർ മോസ്റ്റ് റീറ്റെയിൽ കസ്റ്റമേഴ്സ്. ഷോർട്ട് ടേം ടേണർ 7 മുതൽ 14 ദിവസം വരെ. ഇൻട്രസ്റ്റ് 2.75%. ജനറൽ. സീനിയർ സിറ്റിസണിൻ്റെ റേറ്റ് 3.25%. 15 മുതൽ 29 ദിവസം വരെ ജനറൽ 2.75%, സിറ്റിസൺ 3.25%. 30 മുതൽ 45 ദിവസം വരെ ജനറൽ 3.25%, സീനിയർ സിറ്റിസൺ 3.75%. 46 മുതൽ 60 ദിവസം വരെ ജനറൽ 4.25%, സീനിയർ സിറ്റിസൺ 4.75%. 61 മുതൽ 89 ഡേയ്സ് ജനറൽ 4.25%, സീനിയർ സിറ്റിസൺ 4.75%. 90 ദിവസം മുതൽ 6 മാസം വരെ ജനറൽ 4.25%,
സീനിയർ സിറ്റിസൺ 4.75%. മീഡിയം ആൻഡ് ലോങ് ടേം ടേൺവേഴ്സ് 6 മാസം 1 ദിവസം മുതൽ 9 മാസം വരെ ജനറൽ 5.5%, സീനിയർ സിറ്റിസൺ 6%. 9 മാസം 1 ദിവസം മുതൽ 1 വർഷം വരെ ജനറൽ 5.75%, സീനിയർ സിറ്റിസൺ 6.25%. 1 വർഷം മുതൽ 15 മന്ത് വരെ ജനറൽ 6.25%, സീനിയർ സിറ്റിസൺ 6.75%. 15 മാസം മുതൽ 18 മാസം വരെ ജനറൽ 6.35%, സീനിയർ സിറ്റിസൺ 6.85%. 18 മാസം മുതൽ 21 മാസം വരെ ജനറൽ 6.45%, സീനിയർ സിറ്റിസൺ 6.95%. 21 മാസം മുതൽ 2 വർഷം വരെ ജനറൽ 6.45%, സീനിയർ സിറ്റിസൺ 6.95%. 3 വർഷം 1 ദിവസം മുതൽ 4 വർഷം വരെ 4 വർഷം 7 മാസം വരെ ജനറൽ 6.4%, സീനിയർ സിറ്റിസൺ 6.9%. 4 വർഷം 7 മാസം 1 ദിവസം മുതൽ 5 വർഷം വരെ ജനറൽ 6.4%, സീനിയർ സിറ്റിസൺ 6.9%. 5 വർഷം 1 ദിവസം മുതൽ 10 വർഷം വരെ ജനറൽ 6.15%, സീനിയർ സിറ്റിസൺ 6.65%. സീനിയർ സിറ്റിസൺസ് അഡ്വാൻറ്റേജ്: സീനിയർ സിറ്റിസൺസിന് 0.5% എക്സ്ട്രാ ഇൻട്രസ്റ്റ് ലഭിക്കും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ടൈപ്പ് ഉറപ്പാക്കുക, മിനിമം ബാലൻസ് റൂൾ അറിയുക, FD ഇടുന്നതിന് മുമ്പ് ലേറ്റസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് പരിശോധിക്കുക. വാട്സപ്പ്, സോഷ്യൽ മീഡിയ വാർത്തകൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. ബാങ്ക് വെബ്സൈറ്റ് അല്ലെങ്കിൽ ബ്രാഞ്ചിൽ കൺഫേം ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനിയും ബാങ്കിംഗ് ന്യൂസ്, ഗവൺമെൻറ് റൂൾസ്, PSC ആൻഡ് ജോബ് അപ്ഡേറ്റ്സ് ക്ലിയറായി അറിയാൻ ഞങ്ങളുടെ ചാനലിൽ തുടരൂ.